ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിക്കായി തെരച്ചിൽ ശക്തമാക്കിയ അന്വേഷണ സംഘം. അർജുൻ ആയങ്കി തൃശൂരിലുണ്ടെന്ന നിഗമനത്തിൽ ശക്തമായ പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. എറണാകുളത്ത് സുഹൃത്തുക്കളുടെ സംരക്ഷണയിൽ കഴിഞ്ഞ അർജുൻ സഹോദരൻ അഖിൽ രാജിനൊപ്പമാണ് തൃശൂർ ഭാഗത്തേക്ക് എത്തിയതെന്നാണ് വിവരം. സമീപ ജില്ലകളിലേക്ക് കടക്കാനുള്ള സാഹചര്യവും പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. സജോ ദേവസ്യയുണ്ട് വിശദാംശങ്ങളുമായി. സജോ, അർജുൻ ആയങ്കിയുടെ വെല്ലുവിളിയൊക്കെ വലിയ തലവേദനയായിട്ടുണ്ട്. പക്ഷേ പൂട്ടാൻ ഒരുങ്ങുകയാണ് പോലീസ്. അർജുൻ ആയങ്കിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് പൂട്ടുമെന്ന് ഉറപ്പിച്ച് പോലീസ് പരിശോധന തുടരുകയാണ്. ഇപ്പോൾ തൃശ്ശൂരിലാണോ അർജുൻ ആയങ്കിയുള്ള അത്തരത്തിലുള്ള സൂചനകളാണോ ലഭിക്കുന്നത്? ഒപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും പ്രകോപനമുണ്ടാക്കി കമന്റുകളൊക്കെ കാണുന്നുണ്ട്. കീർത്തന, അർജുൻ ആയങ്കി പോലീസിനെ ഒളിവിലിരുന്ന് തുടർച്ചയായി വെല്ലുവിളിച്ചു. ഇതോടുകൂടിയാണ് അർജുൻ ആയങ്കിയെ ഏത് വിധേനയും പൂട്ടുക എന്ന തീരുമാനം ആഭ്യന്തര വകുപ്പ് പോലീസ് എടുക്കുന്നത്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പക്ഷേ പോലീസിന് ഒരു പരിധിവരെ ആയങ്കി വട്ടം കറക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടെ തന്നെ അർജുൻ ആയങ്കി കൊച്ചിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കൊച്ചിയിൽ സുഹൃത്തുക്കളുടെ സംരക്ഷണയിലായിരുന്നു. 2 സുഹൃത്തുക്കളെ ഇതിന് പിന്നാലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അതിനുശേഷം തൃശ്ശൂരിലേക്ക് കടന്നു എന്ന് പോലീസിന് വ്യക്തമായി. പാലിയക്കര ടോൾ പ്ലാസ വഴി കടന്നുപോയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിന് പിന്നാലെയാണ് തൃശ്ശൂരിൽ വ്യാപകമായ പരിശോധന ഇന്നലെ രാത്രി വൈകിയും പോലീസ് നടത്തിയത്. ഇതിനിടെ വടക്കനാഥിന്റെ സമീപത്ത് നിന്ന് അഖിൽ രാജ് എന്ന അർജുൻ ആയങ്കിയുടെ സഹോദരനെ, അതായത് തെക്കിങ്കാട് മൈതാനത്തിന് സമീപത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇയാളോടൊപ്പം മറ്റൊരാളെയും കൂടിയാണ് കസ്റ്റഡിയിലെടുത്തത്. പക്ഷേ അർജുൻ ആയങ്കിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇയാൾ പക്ഷേ വളരെ ശ്രദ്ധേയമായ കാര്യം, ഈ പരിശോധനയും തിരച്ചിലും ഒക്കെ നടക്കുന്നതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ ഇയാളുടെ അക്കൗണ്ട് വഴി, ഇയാൾ തന്നെയാണോ ഈ പ്രതികരണങ്ങളും പോസ്റ്റുകളും ഒക്കെ ഇടുന്നത് എന്നറിയില്ല, പക്ഷേ ഇയാളുടെ അക്കൗണ്ട് വഴി ധാരാളം കമന്റുകൾ വാർത്തകൾക്ക് ചുവട്ടിൽ, അതല്ലാതെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസായും സ്റ്റോറിയായും മറ്റുമൊക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതിനിടെ ആദ്യം കേസ് നടത്തിപ്പിന് പൈസ അഭ്യർത്ഥിച്ചൊരു പോസ്റ്റ് ഇട്ടു. അതുകൂടാതെ ഇത്തരം വാർത്തകൾക്ക് താഴെയും പോയി കമന്റ് ചെയ്തു. താൻ വടക്കനാഥ ക്ഷേത്രത്തിന് സമീപത്ത് ഒരു മരച്ചുവട്ടിൽ ഇരിക്കുകയാണ് എന്നൊരു കമന്റ് ഇട്ടു. അതുകൂടാതെ പല രൂപത്തിലുള്ള അവകാശവാദങ്ങൾ, കമന്റുകൾ, പരിഹാസങ്ങളൊക്കെ പോലീസിനും അന്വേഷണ സംഘത്തിനും നേരെ അർജുൻ ആയങ്കി പോസ്റ്റുകളായും കമന്റുകളായും മറ്റും സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് നേരത്തെ ഈ ഊന്നുകൽ പോലീസുമായി ബന്ധപ്പെട്ട പരിശോധനയും അതിനിടെ കസ്റ്റഡിയിലെടുത്തതും റിമാൻഡും പിന്നാലെ അതുമായി ബന്ധപ്പെട്ട കേസിന്മേലാണ് പോലീസ് വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു അദ്ദേഹം അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനെ. പിന്നാലെയാണ് കേസെടുത്തത്. അതിനുശേഷം ഇയാൾ കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം തള്ളി. പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങൾ വഴി ഭീഷണി ആവർത്തിച്ചത്. തുടർന്നാണ് പോലീസ് വളരെ വിശദമായ അന്വേഷണത്തിലേക്കും ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിലേക്കും ഒക്കെ കടന്നത്. പിന്നാലെ ഇയാൾ വാഹനത്തിൽ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നു എന്നത് ഏതായാലും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പക്ഷേ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ഊർജിതമായ അന്വേഷണം പുരോഗമിക്കുന്നുവെന്നാണ്.